ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തീയ സഹോദരി ഒരുക്കുന്ന ദൈവവചന പഠനത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച നമ്മുടെ ഈ വർഷത്തെ ബൈബിൾ സ്റ്റഡിയുടെ അവസാനത്തെ വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 വിഷയങ്ങൾ വളരെ ദൈവകൃപയോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ പ്രിയ സഹോദരിമാരെയെല്ലാം ദൈവം ഉപയോഗിച്ചു. ആ പഠനത്തോടുള്ള ബന്ധത്തിൽ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാ പ്രിയപ്പെട്ടവരോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ മാസം നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചൊരു സമഗ്രമായ പഠനത്തിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ഈ 24-25 ക്ലാസ്സുകളിലൂടെ പൗലോസിൻ്റെ മിഷണറി യാത്രകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് അതേക്കുറിച്ചൊരു ചെറിയ പഠനം നടത്തുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലാണ് പൗലോസിൻ്റെ മിഷണറി യാത്രകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ ഈ ഭാഗങ്ങളൂടെ വായിച്ച് ഒരു തവണയല്ല പലതവണ വായിച്ച് ഈ ക്ലാസ്സുകൾക്കൊപ്പം നീങ്ങാനായിട്ട് ശ്രമിക്കണം. അത് ഈ പഠനത്തിന്, നമ്മൾ ഒന്നിച്ചുള്ള ഈ പഠനത്തിന് ഏറെ സഹായകരമാകും. മെഡിറ്ററേനിയൻ തീരത്ത് ഏഷ്യ മൈനറിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളൊരു പ്രദേശമാണ് കിലിക്യ. കിലിക്കയിലെ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിൽ ഒരു യഹൂദ പൗരനായി ജനിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ പൗലോസ് തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. ഇസ്രായേൽ ജാതിക്കാരൻ. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് താനെന്ന് പൗലോസ് അവകാശപ്പെടുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:2 അല്ലാതെ താൻ വെറുമൊരു യഹൂദ മതാനുസാരിയോ അല്ലെങ്കിൽ യഹൂദരിൽ ഉൾപ്പെട്ട ഏതെങ്കിലും സങ്കര വംശമോ അല്ല താനെന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. 2. ബെന്യാമീൻ ഗോത്രക്കാരൻ. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലൊന്നാണ് ബെന്യാമീൻ ഗോത്രം. നമുക്കറിയാം, യാക്കോബിന് റാഹേലിൽ ജനിച്ച 2ാമത്തെ പുത്രനായ ബെന്യാമീനിൽ നിന്നാണ് ഈ ഗോത്രത്തിൻ്റെ ഉൽപ്പത്തി. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് താൻ ഇസ്രായേലിനും ബെന്യാമീൻ ഗോത്രക്കാരനും ആണെന്നുള്ളതിൽ അഭിമാനം കൊണ്ടിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 3. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. പൗലോസിനെ കുറിച്ച് പൗലോസ് തന്നെ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എബ്രായർ എന്ന നാമം ആദ്യമായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. യഹൂദന്മാർ തങ്ങൾ എബ്രായർ എന്ന് സ്വയം അഭിമാനിച്ചിരുന്നു. അതേ അഭിമാനം തനിക്കുമുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. അത് 2 കൊരിന്ത്യർ 11:22, ഫിലിപ്പിയർ 3:5 എന്നീ വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അബ്രാഹാമിന് ദൈവം നൽകിയ നിയമമാണ് ഈ പരിച്ഛേദന എന്ന ആചാരം. ഈ നിയമം ആചരിക്കുന്നതിലൂടെ ഇസ്രായേല്യർ അബ്രഹാമുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നും യഹൂദ ജനത്തെ വേർതിരിക്കുന്ന ഒരു കർമ്മം കൂടിയായിരുന്നു ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അങ്ങനെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമാനുസൃതം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനും മാത്രമല്ല അബ്രഹാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട സാക്ഷാൽ യഹൂദനുമാണെന്ന് ഇത് മുഖാന്തരം അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. 5. പൗലോസ് ഒരു പരീശനായിരുന്നു. പൗലോസ് തന്നെ അത് വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23:6 ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. 26:5 ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു. ഫിലിപ്പിയർ 3:5 ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം പൗലോസ് ഒരു പരീശനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പൗലോസിൻ്റെ കാലത്ത് പരീശന്മാർ ഷമ്മായി എന്നും ഹില്ലേൽ എന്നും 2 വിഭാഗമായിരുന്നു. ഷമ്മായി എന്ന വിഭാഗം പാരമ്പര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ
ഹില്ലേൽ എന്ന വിഭാഗം ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അവർ പാലിക്കുകയും ചെയ്തിരുന്നു. പൗലോസിൻ്റെ ഗുരുവായിരുന്ന ഗമാലിയേൽ ഹില്ലേൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പരീശനായിരുന്നു. അതുകൊണ്ട് പൗലോസും ഹില്ലേൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പരീശനായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 6. റോമാ പൗരൻ. പൗലോസ് റോമൻ പൗരത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. റോമാ സാമ്രാജ്യത്തിലുള്ള എല്ലാവർക്കും റോമാ പൗരത്വമില്ലായിരുന്നു. എന്നാൽ പൗലോസ് ചില സന്ദർഭങ്ങളിൽ ഞാൻ അങ്ങനെ ജനിച്ചവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു റോമാ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ലഭിച്ചിരുന്നു. മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും അവിടെയെല്ലാം ഇത്തരം നിയമങ്ങൾ പാലിക്കുവാൻ പൗലോസ് ബാധ്യസ്ഥനായിരിക്കുന്നത് പോലെ തന്നെ ഒരു റോമാ പൗരന് ലഭിക്കേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പദവികളും അംഗീകരണങ്ങളും പൗലോസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, പൗലോസ് അത് അർഹനുമായിരുന്നു. 7. പൗലോസ് വിദ്യാസമ്പന്നനായിരുന്നു. പ്രസിദ്ധനായ ധർമ്മോപദേഷ്ടാവും സർവജനത്തിനും ബഹുമാനമുള്ളവനുമായ ഗമാലിയേൽ എന്ന ഗുരുവിൻ്റെ കീഴിലാണ് പൗലോസ് ന്യായപ്രമാണം അഭ്യസിച്ചത്. ഈ ഗമാലിയേൽ എന്ന വ്യക്തി ഹില്ലേൽ എന്ന വേദശാസ്ത്രജ്ഞൻ്റെ കൊച്ചുമകനായിരുന്നു. മാത്രമല്ല, പൗലോസിൻ്റെ സ്വന്തം നഗരമായ തർസോസ് അക്കാലത്തെ അറിയപ്പെടുന്ന പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. ഒരുപക്ഷെ പൗലോസ് ഈ സർവകലാശാലയിൽ പഠിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. 8. ദൈവസേവയിൽ എരിവുള്ളവൻ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം അഭ്യസിച്ച വ്യക്തി എന്ന നിലയിലും യഹൂദ മതത്തിൻ്റെ ശക്തനായ ഒരു സംരക്ഷകനായിട്ട്, അല്ലെങ്കിൽ അത് അവരുടെ പ്രമാണങ്ങൾ ഉപദേശങ്ങൾ സംരക്ഷിക്കുന്നതിൽ താൻ വളരെ എരിവുള്ളവനായിരുന്നു. ന്യായപ്രമാണത്തിനു വേണ്ടി വാദിക്കുന്നതിനും അതിനുവേണ്ടി സംസാരിക്കുന്നതിനുമൊക്കെ അദ്ദേഹം വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് പ്രകടമാകുന്നത് ക്രൈസ്തവ സഭയെ ഉപദ്രവിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലൂടെയായിരുന്നു. പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, താൻ സഭയെ മുടിച്ചവനാണ്, ഉപദ്രവിച്ചവനാണ്, ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിന് അല്ലെങ്കിൽ ദൈവമക്കളെ കൊല്ലുന്നതിനൊക്കെ ഞാൻ സമ്മതം കൊടുത്തിരുന്നു, നിഷ്ഠൂരനാണ്, ഉപദ്രവിയായിരുന്നു എന്നൊക്കെ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെയൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പൗലോസ് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ ഉപദ്രവിച്ച് അതിനെ നിഷ്കാസനം ചെയ്യാനായിട്ട് ശ്രമിച്ച പൗലോസിൻ്റെ മാനസാന്തരത്തിലൂടെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുകയും തുടർന്നങ്ങോട്ടുള്ള ജീവിതം കർത്താവിനു വേണ്ടി വേർതിരിച്ച് കർത്താവിൻ്റെ പ്രചാരകനായി അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രചാരകനായി അദ്ദേഹം തീരുകയാണ് ഉണ്ടായത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്ന് പറയുന്ന ആ നിമിഷം മുതൽ അടുത്ത 3 മിഷണറി യാത്രകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ സന്ദേശവാഹകനായി ക്രിസ്തുവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയായി പൗലോസ് മാറുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറയുന്ന ആ വചനത്തിൻ്റെ നിവൃത്തീകരണം പൗലോസിൻ്റെ മിഷണറി യാത്രകളിലൂടെ സാധ്യമായി തീരുകയാണ്. പൗലോസ് യാത്ര ചെയ്ത വഴികളെക്കുറിച്ചും അദ്ദേഹം അവിടെ ചെയ്ത സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെയൊക്കെ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അദ്ദേഹം പ്രതികരിച്ച രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ശൈലിയെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളുള്ള ക്ലാസ്സുകളിൽ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.